സനേകർ അടിപൊളി യൂട്യൂബ് ചാനൽ തുടങ്ങി. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? പാലക്കാടുള്ള സിൽവാനിലോട്ടാണ്. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 24 അവരുടെ ഇനോഗ്രേഷനാണ്. അപ്പോൾ 23 അവർ കുറച്ച് കോമ്പറ്റീഷൻസൊക്കെ കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പോൾ എസാൻ ഒരു ഡ്രോയിങ് കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ അവൻ വീട്ടിലിരുന്ന് കുറച്ച് ഡ്രോയിങ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണേ. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം അവിടെ കുറേ പിള്ളേരുണ്ടായിരുന്നു, രജിസ്ട്രേഷന് വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഡ്രോയിങ് കോമ്പറ്റീഷൻ കുട്ടികൾക്കുള്ളതും പിന്നെ മെഹന്തി കോമ്പറ്റീഷനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏസാൻ രജിസ്റ്ററൊക്കെ ചെയ്തതിന് ശേഷം അവൻ്റെ ഡ്രോയിങ് അവിടെ ആ ഒരു ഏരിയയിൽ പോയി അവിടെ കുറേ പിള്ളേരൊക്കെ ഉണ്ട്. എല്ലാവരും അവരുടെ പേരൻസൊക്കെ കൂടെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട് വന്നു, അവളും മെഹന്തി കോമ്പറ്റീഷന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രജിസ്റ്ററൊക്കെ ചെയ്ത് ഞാൻ അവളെ മോട്ടിവേറ്റ് ചെയ്ത് ഇവരുടെ പുതിയ ലൈറ്റ്സിൻ്റെ ഷോറൂമാണ് ഇന്ന് ഇനോഗ്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ആ ഷോറൂം, അവരുടെ അടുത്ത് തന്നെ ടൈൽസിൻ്റെ ഒരു ഷോറൂമുണ്ട്. അപ്പോൾ ടൈൽസ് ഗാലറിയിലോട്ട് ഞങ്ങളുടെ കോമ്പറ്റീഷൻ അവിടെയായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ പോകുമ്പോഴാണ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ കാണാൻ. കാരണം കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കോമ്പറ്റീഷന്. അപ്പോൾ അവിടുത്തെ ആ ഒരു ലൈറ്റും അവിടുത്തെ എല്ലാം കൊണ്ടും എല്ലാ ആൾക്കാരും കൂടെ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കാണുമ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ പറയാതിരിക്കാൻ വയ്യ, അടിപൊളി പരിപാടിയായിരുന്നു ഇന്നലെ. ശരിക്കും മനസ്സ് നിറഞ്ഞു അവിടെ നിന്ന്. അപ്പോൾ മെഹന്തി കോമ്പറ്റീഷന് ഒരു 200ഓളം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഉള്ളിലൊക്കെ ഇരുത്തിയിട്ട് ഞങ്ങൾ മൈലാഞ്ചി ഇട്ട് തരുന്ന ആളുടെ കയ്യിൽ ID കാർഡൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതിനുശേഷം ഞാനും മഞ്ജുവും കൂടെ അവളുടെ പേജിലിടാൻ, അവൾ പുതിയ ഒരു മെഹന്തിയുടെ ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ട്, അപ്പോൾ അതിലിടാനുള്ള റീലൊക്കെ എടുക്കുകയായിരുന്നു. ഞങ്ങളിവിടെ മൈലാഞ്ചി കോമ്പറ്റീഷൻ വന്നിരിക്കുകയാണ്. മൈലാഞ്ചി ആർട്ടിസ്റ്റ് പിന്നെ മെഹന്തി കോമ്പറ്റീഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണ ഒരു 5 മിനിറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻസൊക്കെ തരായിരുന്നു. പിന്നെ സ്റ്റാർട്ട് ചെയ്തു. ഒരു 1 hour ആയിരുന്നു അവർ തന്ന ഒരു ടൈമിങ്. അപ്പോൾ 1 hourനുള്ളിൽ നമ്മളത് ഇട്ട് തീർക്കണം. അങ്ങനെ 3:30 മുതൽ 4:30 വരെ ആയിരുന്നു കോമ്പറ്റീഷൻ. അങ്ങനെ 4:30 മെഹന്തിയൊക്കെ ഇട്ട് കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ നല്ല രസമായിരുന്നു. എല്ലാവരും ഇരുന്ന് ആ മെഹന്തി ഇട്ടുള്ള കാണാനും അതിൻ്റെ കൂടെ ഒരു പാട്ടൊക്കെ വെച്ചത് ശരിക്കും ഒരു കല്യാണ വൈബ് തന്നെയായിരുന്നു അവിടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഓരോരുത്തർക്ക് സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടിയിട്ട് മൈലാഞ്ചി ഇട്ട കുട്ടികൾക്കെല്ലാം സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടിയിട്ട് അവർ ഓരോരുത്തരിനായി രജിസ്റ്റർ നമ്പർ പ്രകാരം വിളിക്കുകയായിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങളെല്ലാവരും ജഡ്ജ് ചെയ്യാൻ വേണ്ടി ഒരു റൂമിൽ കൊണ്ടുപോയി ഇരുത്തി. അത് നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെ മൈലാഞ്ചി ഇട്ടിരിക്കുന്നത് അവിടെ കാണാൻ വേറൊരു വൈബ് തന്നെയായിരുന്നു അവിടെ. നല്ല രസം. നമ്മൾ പോയവരിനെ എല്ലാവരെയും മാക്സിമം അവർ സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും കൂടെ ലൈനായിട്ട് ഇങ്ങനെ ആ ജഡ്ജ്മെൻറ്റിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര അപ്രിസിയേഷനൊക്കെ ആയിരുന്നു. പിന്നെ പുറത്ത് എല്ലാവരും കൂടെ ഇരുന്ന് ഫോട്ടോസും റീലൊക്കെ എടുക്കാൻ അവരുടെ ഇൻസ്റ്റാ പേജിലിടാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരെയും അവിടെ ഇരുത്തി ഫോട്ടോസും റീൽസൊക്കെ എടുക്കാൻ. അഞ്ചു, എൻ്റെ മൈലാഞ്ചി ഇട്ട അഞ്ചു ബാക്കിൽ നിൽക്കുന്നു. അവളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് കയ്യിൽ. അവരുടെ അപ്രിസിയേഷൻ സർട്ടിഫിക്കറ്റൊക്കെ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്ത 200 സംതിങ് ആൾക്കാർക്കും അവർ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ നമ്മുടെ കലാകാരികളാണ് നിൽക്കുന്നത്. പങ്കെടുത്തതിൽ നിന്നും നമ്മുടെ ജഡ്ജസ് 2 പേരും ഒരേപോലെ അഭിപ്രായത്തിൽ വന്ന 10 നമ്പറുകളാണ് ഇവിടെ അനൗൺസ് ചെയ്യുന്നത്. ആ 10 നമ്പർ വന്നവരും അനൗൺസ്മെന്റ് ഡെഡിക്കേഷൻ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ചലഞ്ചിങ് ആയിരുന്നു. വളരെ എന്താ പറയാ, വാശിയേറിയ മത്സരം തന്നെ പറയാം. ഈ ഒരു സംരംഭത്തെ എല്ലാവരും ഗൗരവമായി കണ്ട് ഇവിടെ എത്തിയതിൽ
സംരംഭത്തിന് വളരെ പിന്നെ ഇതാ മെഹന്തി കോമ്പറ്റീഷൻ്റെ വിന്നേഴ്സിനെയൊക്കെ അനൗൺസ് ചെയ്തു. ഈ മെഹന്തി കോമ്പറ്റീഷന് കേരളത്തിൽ നിന്ന് ഒരുപാട് പേര്, കണ്ണൂർ, അങ്ങനെ കുറേ സ്ഥലത്തു നിന്നും ദൂരെ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇതാ എൻ്റെ ഉപ്പാൻ്റെ ഫ്രണ്ട്സാണ്, അവരുടെ കൂടെയൊക്കെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ദാ ഏസാൻ്റെ ഡ്രോയിങ് കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞു. എന്നിട്ട് അവർക്ക് ഒരു കുഞ്ഞ് അപ്രിസിയേഷൻ പോലെ സർട്ടിഫിക്കറ്റും കുറേ പെൻസിൽ, സ്കെയിൽ, അങ്ങനെ കുറേ ഗിഫ്റ്റൊക്കെ അവർക്ക്, ക്രയോൺസ്, അങ്ങനെ കുറേ ഗിഫ്റ്റെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും നല്ലൊരു കാര്യമായിരുന്നു. എല്ലാ പാർട്ടിസിപ്പൻസിനും, വിന്നേഴ്സിന് മാത്രമല്ലാണ്ട് എല്ലാ പാർട്ടിസിപ്പൻസിനും പരിഗണിച്ച് സർട്ടിഫിക്കറ്റും പ്രൈസും ഗിഫ്റ്റൊക്കെ അവർക്ക് വേണ്ടി കൊടുത്തിരുന്നു. അതൊക്കെ പിള്ളേരെല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. പിള്ളേർ മാത്രമല്ല, പേരൻസും എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. അവിടെ ശരിക്കും ഭയങ്കര ഒരു ഉത്സവം പോലെ തന്നെയായിരുന്നു എന്ന് പറയണം. ശരിക്കും സിൽവാനിലെ എല്ലാം ഈ ഒരു പരിപാടിയുടെ ബാക്കിൽ പ്രവർത്തിച്ച് എല്ലാവരെയും അഭിനന്ദിച്ചേ പറ്റൂ. കാരണം അത്രയും നല്ല ഗംഭീര പരിപാടിയായിരുന്നു അവർ ഓർഗനൈസ് ചെയ്തിരുന്നത്. അങ്ങനെ ദാ ഏസാൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി. അവനും ഭയങ്കര ഹാപ്പി ആയിട്ടോ. നല്ലൊരു ഈവനിങ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. മാക്സിമം ഞങ്ങൾ എല്ലാവരും നല്ല എൻജോയ് ചെയ്തു. പിന്നെ അതിനുശേഷം കുട്ടികളെ എല്ലാം ഇരുത്തി അവരുടെ ഫോട്ടോ സെഷനൊക്കെ ആയിരുന്നു. ഇവരൊരു 45 പിള്ളേർ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും മത്സരിച്ച് എല്ലാവരും ജയിച്ചിട്ടുണ്ടോ? എല്ലാവരും ജയിച്ചു. എല്ലാവരും കൈ നോക്കിക്കേ. ആ തട്ടുകാരെ വിളിച്ചു നമ്മളൊക്കെ ജയിച്ചിട്ടേ. അപ്പൊ എല്ലാവരും കൂടെ ജയ് ഹിന്ദ് പറയൂലേ? റെഡി 1 2 3 ജയ് ഹിന്ദ്. പുള്ളില്ലേ? എല്ലാവരും കൂടെ റെഡി 1 2 3 ഒച്ചണ്ടാക്കൂല. എല്ലാവരും ജയിച്ചോളാട്ടാ. എല്ലാവരും ജയിച്ചു. നല്ല രസമുള്ള ചിത്രങ്ങൾ വരച്ചത്. റെഡി 1 2 3 സെറ്റ്. ഇനി നമ്മള് 3 ആൾക്കാർ തൽക്കാലം സെലക്ട് ചെയ്യാട്ടോ. സനേക ഒരു അടിപൊളി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടിപൊളി യൂട്യൂബ് ചാനലാണ്, നല്ല ഇൻഫർമേഷനാണ്, പൊളിയാണ് സനേക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.